ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. അതായത് ഈ പറയുന്ന ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ആവും എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി വർക്ക് ആവും. ഇതെങ്ങനെ ലൈഫിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. നമ്മൾക്ക് ആവശ്യം കുറച്ച് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കുറച്ച് ബട്ടർഫ്ലൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് എനിക്ക് ബട്ടർഫ്ലൈസിനെ തന്ന ദൈവത്തിന് നന്ദി എന്ന് എഴുതി വെച്ചുകൊണ്ട് കാര്യമില്ല. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ നമ്മളൊരു ഗാർഡൻ ഉണ്ടാക്കിയാലാണ് ബട്ടർഫ്ലൈസ് വരുള്ളൂ. സോ നമ്മൾ എഫേർട്ട് എടുത്ത് നമ്മൾ അധ്വാനിച്ചാലാണ് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ് ആദ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങളൊരു വീട് വെക്കാൻ നിങ്ങളൊരു വീടാണ് ആഗ്രഹിക്കുന്നതെന്ന് വിചാരിച്ചോ, ആ വീട് വെക്കാൻ വേണ്ടി നിങ്ങൾ കുറേ സ്റ്റെപ്സ് ഉണ്ടാക്കാനുണ്ട് അല്ലേ. തറയിടണം, ആശാരിയെ കാണണം, അല്ലെങ്കിൽ മറ്റേ എഞ്ചിനീയറെ കാണണം, പ്ലാൻ വരപ്പിക്കണം, നിങ്ങളത് കല്ല് നോക്കണം, ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ കുറേ സാധനങ്ങൾ സ്റ്റെപ്സിലൂടെ നമ്മൾ കടന്നു പോയാലാണ് വീടെന്ന് പറയുന്ന നമ്മുടെ ഒരു ഫൈനൽ ഔട്ട് അല്ലെങ്കിൽ ഫൈനൽ ഡെസ്റ്റിനേഷനിലോട്ട് നമുക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അതേപോലെ ഓരോന്നിനും ഓരോ സ്റ്റെപ്സ് ഉണ്ട്, ഓരോ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് ഓരോന്നും ചെയ്യുമ്പോൾ നമ്മൾ ഓരോ കടമ്പ കഴിയുമ്പോഴും നമ്മുടെ ദൈവത്തോട്, നമ്മുടെ ക്രിയേറ്ററോട് നമ്മൾ നന്ദി